സ്വന്തം നാട്ടിൽ അൺപോപ്പുലർ ആവുമ്പോൾ, സ്വന്തം അധികാരം ചോദ്യം ചെയ്യപ്പെടുമ്പോൾ, സ്വന്തം നാട്ടിലെ ജനങ്ങൾ വെറുത്തു തുടങ്ങുമ്പോൾ പിന്നെ പിടിച്ചു നിൽക്കണമെങ്കിൽ അപരവിദ്വേഷം സൃഷ്ടിക്കണം. ആ അപരവിദ്വേഷം വേണമെങ്കിൽ മതത്തിൻ്റെ പേരിൽ സ്വന്തം രാജ്യത്തിനകത്ത് സൃഷ്ടിക്കാം. അതിന് സ്കോപ്പില്ലെങ്കിൽ പിന്നെ മറ്റൊരു രാജ്യത്തിൻ്റെ മേൽ ആ അപരവിദ്വേഷം സൃഷ്ടിച്ച് രംഗത്തിറങ്ങാൻ ശ്രമിക്കണം. അമേരിക്ക ഉള്ളിൽ ഭയപ്പെടുകയും പുറത്ത് പറയാതിരിക്കുകയും ചെയ്യുന്ന കാര്യം മിഡിൽ ഈസ്റ്റിലെ ആക്രമണത്തിൽ ഏത് സമയത്ത് ചൈന നേരിട്ട് രംഗത്ത് വരും എന്നുള്ളതാണ്. ചൈനയുടെ ഭരണാധികാരികൾ ഇതുപോലെയുള്ള പൊട്ടനും വെറിയനും ഭ്രാന്തനുമല്ലാത്തതുകൊണ്ട് അവർക്കതിൻ്റെ കൃത്യമായ എൻട്രി പോയിൻ്റ് നന്നായി അറിയാം. അത് പ്രതീക്ഷിച്ചാണ് അവർ ഇരിക്കുന്നതെന്ന് ട്രംപിന് നല്ല ബോധമുണ്ട്. അത് ഇടയ്ക്കിടെ നല്ല ബോധം വരുമ്പോൾ മനസ്സിലാവുകയും പിന്നീട് ബോധം പോകുമ്പോൾ മറക്കുകയും ചെയ്യും. പക്ഷെ ഒരുപാട് പേർക്കതറിയാം. ഈ യുദ്ധത്തെ വിശകലനം ചെയ്യുന്നവരെല്ലാം ചൈനയുടെ ഒരു കടന്നുവരവായിരിക്കും ഈ സീൻ ചേഞ്ച്. അത് ഈ യുദ്ധത്തിൽ മാത്രമല്ല പിന്നീടുള്ള വേൾഡ് ഓർഡറിൽ തന്നെ അത് മാറ്റം വരുത്തും എന്ന് പ്രതീക്ഷിക്കുന്നവരാണ് എല്ലാവരും. അവിടെയാണ് നാറ്റോയുടെ ദുർബലപ്പെടൽ, അവിടെയാണ് മിഡിൽ ഈസ്റ്റിൽ അമേരിക്കൻ സൈനിക ബേസുകൾക്ക് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ സംരക്ഷിക്കാൻ കഴിയാതിരിക്കൽ, അവിടെയാണ് ഇറാൻ്റെ മേൽ അനധികൃതമായും അനാവശ്യമായും കടന്നു കയറി നടത്തുന്ന അക്രമത്തെ ലോകം ചോദ്യം ചെയ്യൽ എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഈ സന്ദർഭത്തിൽ സ്വന്തം മൂടിന് തീ പിടിച്ചു എന്നറിഞ്ഞപ്പോൾ ഈ പറയുന്ന വൈറ്റ് ഹൗസ് കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന പുറത്തിറക്കി. അമേരിക്ക ഈസ് ലീഡിങ് ദി AI റൈസ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ മുന്നേറ്റത്തിൽ അമേരിക്കയാണ് ലോകത്തെ നയിക്കുന്നത്. ചൈന നോസ് ഇറ്റ്. ചൈനയ്ക്കതറിയാം. ദ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ വിൽ നോട്ട് അലൗ ചൈന ടു സബ്വേർട്ട് അമേരിക്കൻ ഇൻട്രസ്റ്റ് ബൈ സ്റ്റീലിംഗ് AI. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ മോഷ്ടിച്ച് അമേരിക്കയുടെ മുന്നേറ്റത്തെ തടയാൻ ചൈനയ്ക്കാവില്ല തന്നെ. വെല്ലുവിളിക്കുക. ചൈനയെ മറുവശത്ത് പ്രതിഷ്ഠിച്ചുകൊണ്ട് ചൈനയൊക്കെ വെല്ലുവിളിക്കുന്ന ചാമ്പ്യനാണ് ഞങ്ങളുടെ ട്രംപ് എന്ന് ട്രംപിൻ്റെ മരുമകനോ മകനോ അല്ലെങ്കിൽ ഏൽപ്പിച്ച PR ഏജൻസിയോ പറഞ്ഞു കൊടുത്തതനുസരിച്ച് പോസ്റ്റിട്ട് കളിക്കുക. ആ പോസ്റ്റാണ് ഈ കണ്ടത്. പക്ഷേ ഒരു സർവേയിൽ ചൈനയിലെ ജനങ്ങൾ പറഞ്ഞത് എന്താണെന്നറിയുമോ? ചൈനയ്ക്ക് വേണ്ടത് ആരോഗ്യ സുരക്ഷയാണ്, AI അല്ല. ചൈനയ്ക്ക് വേണ്ടത് സമാധാനമാണ്, AI അല്ല. ചൈനയ്ക്ക് വേണ്ടത് സ്റ്റേബിളായ ഒരു എക്കണോമിയാണ്, ഈ AI വെച്ച് ചൈനയെ വെല്ലുവിളിക്കലല്ല. എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തൊക്കെ ഇതുപോലൊരു അപരവിദ്വേഷം അഴിച്ചുവിട്ടാൽ അതിൻ്റെ പിന്നിൽ തൂങ്ങി എല്ലാവരും പോകുമെങ്കിലും അമേരിക്കയിലെ ജനങ്ങൾക്കൊക്കെ വളരെ കൃത്യമായി ഇതിനെ സംബന്ധിച്ച് ധാരണയുണ്ട്. എന്തുകൊണ്ടാണ് ട്രംപ് ഇപ്പോൾ ചൈനീസ് കാർഡുമായി ഇറങ്ങിയിരിക്കുന്നതെന്ന് അവർക്ക് നന്നായിട്ടറിയാം. കാരണം നിക്കറ് കീറിക്കിടക്കുകയാണ്. ആ കീറിക്കിടക്കുന്ന നാണം മറയ്ക്കാൻ എന്തെടുത്ത് പിടിക്കും എന്ന് നോക്കുമ്പോൾ ഇപ്പോൾ പിടിക്കാനുള്ളത് ചൈനയുടെ ബോർഡ് മാത്രമേ ഉള്ളൂ. ഇറാൻ്റെ ബോർഡ് പോലും അവിടെ പിടിക്കാൻ പേടിയാണ്. കാരണം ആ ബോർഡിനകത്ത് വല്ലതും ഉണ്ടോ എന്നുള്ളത്. അത്രമേൽ നാണം കെട്ടു നിൽക്കുന്ന വേളയിലാണ് ചൈനീസ് കാർഡുമായി വൈറ്റ് ഹൗസിൻ്റെ രംഗപ്രവേശം. ചൈന ഇത്തരം ചെറിയ കാര്യങ്ങൾക്കൊന്നും മറുപടി കൊടുക്കാറില്ല. പക്ഷേ കൃത്യമായ സമയത്ത് അവരുടെ നിലപാട് ഉറക്കെ അവരങ്ങ് പ്രവർത്തിക്കും. ഈ പോഴത്തരത്തിനും വാചോടാപത്തിനുമൊക്കെ എത്രയോ വലിയ ശക്തിയുണ്ട്. അതിനേക്കാളൊക്കെ വലിയ ശക്തിയുണ്ട് മൗനത്തിന്, ആ മൗനത്തിൻ്റെ ഗാംഭീര്യത്തിന്, എന്നിട്ട് അതിൻ്റെ ഇടപെടലുകൾക്ക്. അതാണ് ചൈന അമേരിക്കയെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്.